Welcome back to our next EVS class. Okay, how are you all? Fine? I hope all are fine and safe at home. How was your exam? Is it good? Okay, I hope all score full mark. Today we will discuss our last term, next chapter, 6th. Last term, first chapter, 6th chapter. The sky above us. The sky above us. What is sky? What is sky? The above us. മുകളിലോട്ട് നോക്കിയാൽ നമുക്ക് കാണുന്നത് എന്താണ്? സ്കൈ അല്ലേ? അതാണ് സ്കൈ, ആകാശം അല്ലേ? ആകാശത്ത് നമ്മൾ നോക്കുമ്പോൾ എന്തൊക്കെ കാണുന്നു? ഓക്കെ, വാട്ട് ഡു യു സീ വെൻ യു ലുക്ക് അപ്പ് ഹൈ ഇൻ ദി സ്കൈ? വാട്ട് ഡു യു സീ? എന്താണ് നമ്മൾ ആകാശത്തേക്ക് നോക്കിയാൽ? പകൽ സമയങ്ങളിൽ നോക്കിയാൽ നമുക്ക് എന്ത് കാണാം? ഇൻ ദി മോർണിംഗ് ടൈം വി ക്യാൻ സീ സൺലൈറ്റ് അല്ലേ? സണ്ണിനെ കാണാം അല്ലേ? സൂര്യപ്രകാശം അല്ലേ ഉണ്ടാവും. സണ്ണിനെ നമുക്ക് കാണാം. അറ്റ് നൈറ്റ് ടൈമോ എന്താ കാണാം? വാട്ട് ക്യാൻ യു സീ? അതിൻ്റെ സ്റ്റാർസ് കാണാം അല്ലേ? വി ക്യാൻ സീ സ്റ്റാർസ്, മൂൺ അല്ലേ? ഇൻ ദി നൈറ്റ് ടൈം. ഡേ ടൈം വി ക്യാൻ സീ സൺഷൈൻ, സൺഷൈൻ ചെയ്ത് നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പം നമുക്ക് ഈ സ്റ്റാറിനെ കുറിച്ചും സണ്ണിനെ കുറിച്ചും സ്റ്റാർസിനെ കുറിച്ചും മൂണിനെ കുറിച്ചും ഒക്കെ നമുക്ക് ചാപ്റ്ററാണ് നമുക്ക് സ്കൈയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അല്ലേ? അതിനെക്കുറിച്ചുള്ള ഒരു ഡിസ്കഷനാണ് ഇന്ന് നടത്താൻ പോകുന്നത്. ഓക്കെ, ഓൾറെഡി we take the page number 160. 160. All of you take this page 160. Okay, chapter 6, the sky above us. The sky above us. Let us begin. Draw and color the night sky. This is your self work. Color and draw and color the night sky. Night sky നിങ്ങൾ can you see എന്തൊക്കെ കാണാൻ കഴിയും? അത് നിങ്ങൾ വരച്ച് നല്ല മനോഹരമായിട്ട് വരച്ച് വയ്ക്കുക കേട്ടോ. ഇതാണ് നിങ്ങൾക്ക് രാത്രിയിലെ ആകാശം, സ്കൈ. രാത്രിയിൽ നിങ്ങൾക്ക് ആകാശത്ത് കാണാൻ കഴിയുന്ന എന്തൊക്കെയാണോ അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ വരച്ച് വയ്ക്കാം. ഓക്കെ, and turn the next page. First, what can you do you see when you look up high? First, sun അല്ലേ? സണ്ണിനെ കാണാം, പിന്നെ മൂണിനെ കാണാം, സ്റ്റാർസുകളെ കാണാം. ഫസ്റ്റ് we will discuss the sun. Okay, the sun, the moon and stars are the heavenly bodies. The heavenly bodies എന്ന് പറഞ്ഞാൽ ജ്യോതിർഗോളങ്ങൾ അല്ലേ? നമ്മുടെ ആകാശവിസ്മയങ്ങളിലുള്ള ജ്യോതിർഗോളങ്ങളാണ് ഹെവൻലി ബോഡീസ് ആണ്. ഏതൊക്കെ? ദി സൺ. ഏതൊക്കെയാണ് ഹെവൻലി ബോഡീസ്? ദി സൺ, ദി മൂൺ ആൻഡ് ദി സ്റ്റാർസ്. Which are the heavenly bodies? The sun, the moon and stars. The sun, the moon and the stars are all heavenly bodies, jyotirgolangal. We see the sun when during the daytime. We see the sun എപ്പോഴാണ് നമുക്ക് സൂര്യനെ കാണാൻ കഴിയുന്നത്? During the daytime. We see the stars and moon when? Only at night. We see the stars and moon only at night. നമുക്ക് സ്റ്റാർസിനെ മൂണിനെ കാണാൻ കഴിയുന്നത് എപ്പോഴാണ്? Only at night. Okay, the sun is a what? Sun എന്താണ്? Sun is a star. Sun എന്താണ്? ഒരു സ്റ്റാർ ആണ്. It is look like a very large ball. നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് വലിയ ലാർജ് ബോൾ ആയിട്ട് കാണുന്നുണ്ടോ? ഇല്ല, ഒരു സ്മോൾ ബോൾ ആയിട്ട് നമുക്ക് കാണാം. എന്തിനെ? സണ്ണിനെ. ദി സൺ ഈസ് എ സ്റ്റാർ. ഇറ്റ് ലുക്സ് ലൈക്ക് എ ലാർജ് ബോൾ. പക്ഷെ എന്താണത്? വെരി ലാർജ് ആണ്. നമുക്ക് നമ്മൾ ഇവിടുന്ന് കാണുന്നത് പോലെയല്ല അല്ലേ? വെരി ലാർജ് ആണ്.
It is look like a very large ball. It is made up of very hot gases. The different hot gases ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്നതാണ്. It is made up of very hot gases. The sun looks small because it is very far away from us. നമ്മൾ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് സണ്ണിനെ വെരി സ്മോൾ ആയിട്ടാണ് കാണുന്നത് അല്ലേ? സ്മോൾ ബോൾ പോലെയാണ് കാണപ്പെടുന്നത്. വൈ? ഇറ്റ് ഈസ് എന്താണ്? ഇറ്റ് ഈസ് വെരി ഫാർ അവേ ഫ്രം അസ്. നമ്മളിൽ നിന്നും വളരെ അകലെയാണ് അല്ലേ? ആകാശത്തുള്ളത്. ആകാശം എന്താണ്? നമ്മളിൽ നിന്നും വെരി ഫാർ അവേ. സോ വി ലുക്സ് വെരി സ്മോൾ. എന്താണ്? സണ്ണിനെയും മൂണിനെയും നമുക്ക് കാണുമ്പോൾ എന്താണ്? സ്റ്റാറുകളെയൊക്കെ നമുക്ക് കാണുമ്പോൾ വെരി സ്മോൾ ആയിട്ടാണ് കാണപ്പെടുന്നത്. പക്ഷേ സ്മോൾ ആണോ? നോ, ഇറ്റ് ഈസ് വെരി ലാർജ് ബോളാണ്. വെരി ലാർജ് ബോളാണ്. ബട്ട് we look small because it is very far away from us. It is millions of kilometers away from the earth. എർത്തിൽ നിന്നും മില്യൺസ് ഓഫ് കിലോമീറ്റർ അകലെയാണിത് അല്ലേ? സണ്ണൊക്കെ എവിടെയാണ്? ആകാശം എവിടെയാണ്? മില്യൺസ് ഓഫ് കിലോമീറ്റർ ദൂരത്തിലാണ് നമ്മളിൽ നിന്നും. അതുകൊണ്ട് സോ വി ക്യാൻ സീ വെരി സ്മോൾ. ഓക്കെ, ഇറ്റ് ഈസ് മില്യൺസ് ഓഫ് കിലോമീറ്റേഴ്സ് അവേ ഫ്രം ദി എർത്ത്. നമ്മുടെ ഭൂമിയിൽ നിന്നും കിലോമീറ്റേഴ്സ്, മില്യൺസ് ഓഫ് കിലോമീറ്റേഴ്സ് അകലെയാണ് നമുക്ക് സൂര്യൻ, ആകാശഗോളങ്ങൾ. സോ ഇറ്റ് ഈസ് ലുക്ക് ലൈക്ക് എ സ്മോൾ. ദി സൺ റൈസസ് ഇൻ ദി എവിടെയാണ്? സൺ റൈസ് ചെയ്യുന്ന സൂര്യൻ ഉദിക്കുന്നത് എവിടെയാണ്? ഇൻ ദി ഈസ്റ്റ് അല്ലേ? സൺ റൈസസ് ഇൻ ദി ഈസ്റ്റ്. ആൻഡ് എപ്പോഴാണ്? എവരി മോർണിംഗ്. എല്ലാ മോർണിംഗിലും എന്ത് ചെയ്യുന്നു? സൺ റൈസ് ചെയ്യുന്നു. എവിടെ? ദിസ് ഈവനിങ് ഇൻ ദി ഈസ്റ്റ്. സൺ സെറ്റ്സ് ഇൻ ദി റൈസസ് ഇൻ ദി ഈസ്റ്റ്. സൺ സെറ്റ്സ് ഇൻ ദി വെസ്റ്റ്. ഈസ്റ്റിൽ സൺ റൈസ് ചെയ്യുന്നു, വെസ്റ്റിൽ സൺ സെറ്റ് ചെയ്യുന്നു, അസ്തമിക്കുന്നു. എപ്പോഴാണ്? എവരി ഈവനിങ്. ദി സൺ ഗീവ്സ് us ലൈറ്റ് ആൻഡ് ഹീറ്റ്. സൺ നമുക്ക് എന്തൊക്കെ തരുന്നത്? സൺ ഗീവ്സ് us light and heat. Sun gives us light and heat. Heavenly bodies ആണ് the sun, the moon and the stars. പിന്നെ sun rises in the east, sun sets in the west. പിന്നെ sun gives us light and heat. sun നമുക്ക് എന്തൊക്കെ തരുന്നു? light and heat. Plants need sunlight to grow. പ്ലാന്റ്സിന് സൺലൈറ്റ് വേണ്ടേ? ആനിമൽസിന് വേണ്ടേ സൺലൈറ്റ്? യെസ്, all living things need sunlight. Plants need sunlight to grow. When the sun shines, the days are warm and bright. Sun shine ചെയ്യുമ്പോൾ എന്താണ്? ഈ സമയത്തൊക്കെ നമുക്ക് എന്താണ്? നല്ല സൺ ഷൈൻസ് ആണ് അല്ലേ? സൂര്യപ്രകാശം കിട്ടുന്നുണ്ട്. ഈ സമയത്ത് എന്താണ് നമുക്ക് അനുഭവപ്പെടുന്നത്? വാട്ട് ക്യാൻ യു ഫീൽ? വാം ആൻഡ് ബ്രൈറ്റ് അല്ലേ? നല്ല ചൂടും നല്ല ബ്രൈറ്റ്നെസ്സും അനുഭവപ്പെടുന്നു. When there is no sunshine, it is dark and cold. സൺഷൈൻ ഇല്ലെങ്കിൽ എന്താണ് അവിടെ? ഡാർക്ക് ആൻഡ് കോൾഡ്. ഡാർക്കും കോൾഡും ആയിരിക്കും അല്ലേ? സൺഷൈൻ ചെയ്ത് കഴിയുമ്പോൾ എന്താണ്? നല്ല ബ്രൈറ്റും വാമും ആയിരിക്കും. ബട്ട് സൺസെറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഡാർക്ക് ആൻഡ് കോൾഡ്. ഓക്കെ, അപ്പോൾ ഇതാണ് എത്രയാണ് സണ്ണിനെ കുറിച്ച് പറയാനുള്ളത്. ഇതാണ് വിച്ച് ആർ ദി ഹെവൻലി ബോഡീസ് എന്ന് പറയുന്നത്. വിച്ച് ആർ ദി ഹെവൻലി ബോഡീസ്? ദി സൺ, ദി മൂൺ ആൻഡ് സ്റ്റാർസ്. ഈ 3 ജ്യോതിർഗോളങ്ങളാണ് ഹെവൻലി ബോഡീസ്. ദി സൺ, the moon and the stars. Okay, in sun നമുക്ക് ഓരോന്നിനെ കുറിച്ച് സണ്ണിനെ കുറിച്ചാണ് ഫസ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത്. സൺ എപ്പോഴാണ് നമുക്ക് സണ്ണിനെ കാണാൻ കഴിയുന്നത്? when the daytime we can see sun. അല്ലേ? when the daytime പകൽ സമയങ്ങളിൽ നമുക്ക് സൂര്യനെ കാണാൻ കഴിയുന്നു. the dark night time we can see stars and moons. stars and moon. ഡേ ടൈമിൽ സണ്ണിനെ കാണാം, നൈറ്റ് ടൈമിൽ സ്റ്റാർസുകളെയും മൂണിനെയും കാണാം. ഓക്കെ, ഇനി ഫസ്റ്റ് സൺ. സൺ എന്താണെന്നാണ് പറഞ്ഞത്? സൺ ഈസ് ഒരു സ്റ്റാറാണ്. സൺ ഈസ് എ സ്റ്റാർ. ഇറ്റ് ഈസ് ലുക്ക് ലൈക്ക് എ വെരി
ലാർജ് ബോൾ. എന്താണ്? വെരി ഭീമാകാരമായ ഹ്യൂജ് ബോളാണ് ഏത്? സൺ. ബട്ട് നമുക്ക് നമ്മൾ കാണുമ്പോൾ എന്താണ്? സൺ ഈസ് വെരി സ്മോൾ അല്ലേ? ചെറിയ ഒരു ബോൾ പോലെയാണ് സണ്ണിനെ കാണാൻ കഴിയുക. ബട്ട് വൈ? സൺ ഈസ് വെരി ഫാർ അവേ ഫ്രം us അല്ലേ? നമ്മളിൽ നിന്നും വളരെ അകലെയാണ് സണ്ണ് സ്ഥിതി ചെയ്യുന്നത് അല്ലേ? ആകാശത്തിലാണ്. അതെന്താണ്? മില്യൺസ് ഓഫ് കിലോമീറ്റേഴ്സ് അവേ ആണ് അല്ലേ? ഫ്രം എർത്ത്. എർത്തിൽ നിന്നും മില്യൺസ് ഓഫ് കിലോമീറ്റേഴ്സ് അകലെയാണ് സ്കൈ സ്ഥിതി ചെയ്യുന്നത്. സോ വി ക്യാൻ സീ ദി സൺ ലുക്സ് ലൈക്ക് വെരി സ്മോൾ. ഓക്കെ. And the sun rises in the east and sun sets in the west. Sun ഉദിക്കുന്നത് ഈസ്റ്റിലും, rises in the east, west, sets in the west. Okay. And sun gives us, sun എന്തൊക്കെ തരുന്നു? Sun gives us light and heat അല്ലേ? സണ്ണാണ് നമുക്ക് ചൂടും വെളിച്ചവും ഒക്കെ തരുന്നത് അല്ലേ? സൂര്യപ്രകാശം മൂലം നമുക്ക് ചൂടും അതിൻ്റെ വെളിച്ചവും നമുക്ക് കിട്ടുന്നു. സൺ ഗീവ്സ് us ലൈറ്റ് ആൻഡ് ഹീറ്റ്. പിന്നെ പ്ലാന്റ്സ് നീഡ് എന്താണ്? പ്ലാന്റ്സിന് എന്ത് വേണം? പ്ലാന്റ്സ് നീഡ് സൺലൈറ്റ് ടു ഗ്രോ. സൺലൈറ്റ് ആവശ്യമാണ് വളരണമെങ്കിൽ. ചെടികൾക്ക് നല്ല വളർച്ച കിട്ടണമെങ്കിൽ എന്ത് വേണം? സൺലൈറ്റ് അത്യാവശ്യമാണ്. വെൻ ദി സൺ ഷൈൻസ് ദി ഡേ ആർ വാം ആൻഡ് ബ്രൈറ്റ് അല്ലേ? സൺഷൈൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വാട്ട് ക്യാൻ യു ഫീൽ? വാം അല്ല ചൂട് അനുഭവപ്പെടും. അതുപോലെ അല്ല ബ്രൈറ്റ്നെസ്സും ഉണ്ടാകും. സോ വെൻ ദർ ഈസ് നോ സൺഷൈൻ, സൺഷൈൻ ഇല്ലെങ്കിലോ ഇറ്റ് ഈസ് ഡാർക്ക് ആൻഡ് കോൾഡ്. എന്താണ്? ഡാർക്കായിരിക്കും, അതുപോലെ കോൾഡായിരിക്കും. ഓക്കെ. ഇതാണ് എത്രയാണ് നമുക്ക് സണ്ണിനെ കുറിച്ച് പറയാനുള്ളത്. ആൻഡ് നെക്സ്റ്റ് ഹെവൻലി ബോഡീസ്. ഏതാണ് ഹെവൻലി ബോഡി? ദി മൂൺ. Which? The moon. The moon is nearer to the earth than the sun. മൂൺ എവിടെയാണ്? nearer to the earth than the sun. സണ്ണിനേക്കാളും കുറച്ചും കൂടി അടുത്താണ്, ഭൂമിയോട് അടുത്താണ് ഏത് കാണപ്പെടുന്നത്? മൂൺ. മൂൺ ഈസ് nearer to the earth than the sun. It is smaller than the sun and the earth. എന്താണ് മൂണിൻ്റെ പ്രത്യേകത? എന്താണ്? സണ്ണിനേക്കാളും ചെറുതാണ്, അതുപോലെ ഭൂമിയേക്കാളും സണ്ണിനേക്കാളും ഒക്കെ ചെറുതാണ് മൂൺ. ഇറ്റ് ഈസ് സ്മോളർ ദാൻ ദി സൺ ആൻഡ് ദി എർത്ത്. ദി മൂൺ ഗോസ് എറൗണ്ട് ദി എർത്ത്. മൂൺ എങ്ങോട്ട് പോകുന്നു? എർത്തിനെ ചുറ്റുന്നു അല്ലേ? ദി മൂൺ ഗോസ് എറൗണ്ട് ദി എർത്ത്. വി സീ ഡിഫറെൻറ്റ് ഷേപ്സ് ഓഫ് ദി മൂൺ ഓൺ ഡിഫറെൻറ്റ് ഡേയ്സ് അല്ലേ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ ഡിഫറെൻറ്റ് ഷേപ്സിൽ മൂണിനെ കണ്ടിട്ടുണ്ടോ? ഫുൾ മൂണിനെ കണ്ടിട്ടില്ല നിങ്ങളെ? നല്ല പൂർണ്ണ ചന്ദ്രൻ അല്ലേ? ഫുൾ മൂണായിട്ട് നിൽക്കുന്നത്. രാത്രി നിങ്ങൾ പുറത്തിറങ്ങി നോക്കണം അല്ലേ? ആകാശത്തിൽ നോക്കുമ്പോൾ ഫുൾ മൂണുണ്ടോ? നല്ല ബ്രൈറ്റ്നെസ് ഉള്ള ദിവസങ്ങൾ ഉണ്ടാവില്ലേ? രാത്രി നല്ല ബ്രൈറ്റ്നെസ് ഉള്ള ദിവസങ്ങൾ. ആ സമയത്ത് എന്താ ഉണ്ടാവുക? ഫുള്ളായിട്ട് മൂൺ പ്രകാശിച്ച് നിൽക്കുന്നത് കാണാം അല്ലേ? അതാണ് ഫുൾ മൂൺ കേട്ടോ. വി ക്യാൻ സീ ഡിഫറെൻറ്റ് ഷേപ്സ് ഓഫ് ദി മൂൺ ഓൺ ഡിഫറെൻറ്റ് ഡേയ്സ്. അത് എല്ലാ ദിവസവും കാണാറുണ്ടോ? എല്ലാ ദിവസവും ഈ ഫുൾ മൂൺ കാണാറുണ്ടോ? നല്ല ബ്രൈറ്റ്നെസ് ഉണ്ടാവുമോ? ഇല്ല. എന്താണ് കാരണം? എന്താണ്? മൂൺ ഹാസ് ഡിഫറെൻറ്റ് ഷേപ്സ്. ഡിഫറെൻറ്റ് ഷേപ്സുകളുണ്ട് മൂണിന്. സംടൈംസ് വി ക്യാൻ സീ ഓൺലി എ പാർട്ട് ഓഫ് ദി മൂൺ. ചില സമയങ്ങളിൽ മൂണിൻ്റെ ഒരു ഭാഗം മാത്രമേ കാണാൻ കഴിയുള്ളൂ അല്ലേ? സംടൈംസ് വി ക്യാൻ സീ ഓൺലി എ പാർട്ട് ഓഫ് ദി മൂൺ. ദിസ് ഈസ് കോൾഡ്, ഈ പാർട്ട് ഓഫ് ദി മൂൺ ആയിട്ട് കാണപ്പെടുന്ന ഈ ഇതിന് എന്താ പറയുന്നത്? കണ്ടോ? ക്യാൻ യു സീ ദിസ് പിക്ചർ? പാർട്ട് ഓഫ് ദി മൂൺ, മൂണിൻ്റെ ഒരു ഭാഗം മാത്രം, ചെറിയൊരു ഭാഗം മാത്രം കാണുമ്പോൾ അതിനെ എന്ത് പറയും? ക്രസൻറ്റ് മൂൺ. എന്താണ്? ക്രസൻറ്റ് മൂൺ. ക്രസൻറ്റ് മൂൺ എന്താണ്? വാട്ട് ഈസ് ക്രസൻറ്റ് മൂൺ? ഒൺലി എന്താണ്? സീ ഒൺലി പാർട്ട് ഓഫ് ദി മൂൺ. വി ക്യാൻ സീ ഒൺലി എ പാർട്ട് ഓഫ് ദി മൂൺ. മൂണിൻ്റെ ഒരു ഭാഗം മാത്രം നമുക്ക് കാണാൻ കഴിയുന്ന മൂണിനെയാണ്, ഒരു ഭാഗം മാത്രം, ചെറിയൊരു ഭാഗം മാത്രം കാണാൻ കഴിയുമ്പോൾ അതിനെയാണ് എന്താ പറയുന്നത്? ക്രസൻറ്റ് മൂൺ. ഓക്കെ. അപ്പം മൂണിന് ഡിഫറെൻറ്റ് ഫേസസ് ഉണ്ട്, ഡിഫറെൻറ്റ് ഷേപ്സുകളുണ്ട്. നമ്മൾ കണ്ടു അല്ലേ? ഫസ്റ്റ് നമ്മൾ കണ്ടു ഫുൾ മൂണ് അല്ലേ? മുഴുവൻ പ്രകാശിച്ച് നിൽക്കുന്ന ഫുൾ മൂണ്. അതിൽ പാർട്ടുകളെല്ലാം മൂണിൻ്റെ ഫുള്ളായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതിനെയാണ് ഫുൾ മൂൺ എന്ന് പറയുന്നത് കേട്ടോ. ഫുൾ മൂൺ.
ഇതാണ് ഫുൾ മൂണിൻ്റെ പിക്ചർ. മൂണിനെ നമുക്ക് മുഴുവനായിട്ടും കാണാൻ കഴിയും. പിന്നെ നമുക്ക് ഹാഫായിട്ട് കാണുന്നു, അതെന്താണ്? ഹാഫ് മൂൺ കേട്ടോ. സംടൈംസ് വി ക്യാൻ സീ ദി ഹാഫ് മൂൺ. അപ്പോൾ എന്തൊക്കെയാണ് മൂണിൻ്റെ ഡിഫറെൻറ്റ് ഫേസസ്? ഫസ്റ്റ് ഫുൾ മൂൺ ഉണ്ട് അല്ലേ, മൂണിനെ ഫുള്ളായിട്ട് കാണാൻ കഴിയുന്നു. പിന്നെ മൂണിനെ ഹാഫായിട്ട് കാണാൻ കഴിയുന്നു, പകുതി ഭാഗം. മൂണിൻ്റെ ഹാഫും പകുതി ഡാർക്കും പകുതി ബ്രൈറ്റായിട്ട് കാണപ്പെടുന്നതാണ് ഹാഫ് മൂൺ. പിന്നെ മൂണിൻ്റെ ഒരു ഭാഗം മാത്രം, ചെറിയൊരു ഭാഗം മാത്രം കാണാൻ കഴിയുന്നു, അതിനെ ക്രസൻറ്റ് മൂൺ എന്ന് പറയും. ഓക്കെ, ദർ ഈസ് നോ എയർ ഓർ വാട്ടർ ഓൺ ദി മൂൺ. മൂണിൽ എയറോ വാട്ടറോ വല്ലതും ഉണ്ടോ? ഇല്ല. സോ ദർ ഈസ് നോ ലൈഫ് ഓൺ ദി മൂൺ. നമുക്ക് വാട്ടറും എയറും ഒന്നും ഇല്ലാത്ത ഈ പ്രദേശം നമുക്ക് ജീവിക്കാൻ കഴിയില്ല. എന്താണ്? ദർ ഈസ് നോ എയർ ആൻഡ് വാട്ടർ ഓൺ ദി മൂൺ. മൂണിൽ ചന്ദ്രനിൽ നമുക്ക് ജീവിക്കാൻ കഴിയില്ല. വൈ? ദർ ഈസ് നോ വാട്ടർ ആൻഡ് എയർ. ഓക്കെ, ഹാവ് യു സീൻ ദി ഫോളോയിങ് ഷേപ്സ് ഓഫ് ദി മൂൺ? Can you see different shapes? First full moon, second half moon, third crescent moon. Full moon, half moon and crescent moon. Okay. No more. On 20 July 1969, Neil Armstrong became the first human to land on the moon. ഫസ്റ്റ് ആദ്യമായിട്ട് മൂണിലേക്ക് ചന്ദ്രനിലേക്ക് പോയത് ആരായിരുന്നു? 1969 നീൽ ആംസ്ട്രോങ്. ജൂലൈ 20th 1969 നീൽ ആംസ്ട്രോങ് ആണ് ആദ്യമായിട്ട് ചന്ദ്രനിൽ കാലുകുത്തിയത്. മൂണിൽ പോയ വ്യക്തി ആരാണ്? നീൽ ആംസ്ട്രോങ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് സണ്ണ്. മൂണ് നമ്മൾ കണ്ടു അല്ലേ? എന്തായിരുന്നു മൂണ്? മൂൺ ഈസ് നിയറർ ടു ദി എർത്ത് ദാൻ ദി സൺ. നിയറർ ടു ദി എർത്ത് ദാൻ ദി സൺ. മൂണ് ഭൂമിയോട് അടുത്ത് നിൽക്കുന്ന സണ്ണിനേക്കാളും ഭൂമിയോട് അടുത്ത് നിൽക്കുന്ന ആരാണ്? മൂണാണ്. മൂൺ ഈസ് നിയർ ടു ദി എർത്ത് ദാൻ ദി സൺ. ഇറ്റ് ഈസ് സ്മോളർ ദാൻ ദി സൺ ആൻഡ് ദി എർത്ത്. പിന്നെന്താണ് പ്രത്യേകത? ഇറ്റ് ഈസ് മൂണ് സ്മോളർ ദാൻ ദി എർത്ത് ആൻഡ് സൺ. സണ്ണിനേക്കാളും മൂണിനേക്കാളും വളരെ ചെറുതാണ്. എർത്തിനേക്കാളും സണ്ണിനേക്കാളും വളരെ ചെറുതാണ് മൂൺ. ദി മൂൺ ഗോസ് അറൗണ്ട് ദി എർത്ത്. മൂൺ എങ്ങോട്ട് പോകുന്നു? മൂൺ ഗോസ് അറൗണ്ട്. ഇവിടെ എർത്തിന് ചുറ്റും വലയം വയ്ക്കുന്നു. ഇതൊക്കെ നിങ്ങൾക്ക് അടുത്ത വർഷം കേട്ടോ, നെക്സ്റ്റ് ഇയറിൽ നമുക്ക് കൂടുതലായിട്ട് പഠിക്കാനുണ്ട്. ഇപ്പം നിങ്ങൾ ജസ്റ്റ് ഇത്രയൊന്ന് മനസ്സിലാക്കുക കേട്ടോ. ദി മൂൺ ഗോസ് അറൗണ്ട് ദി സൺ, അറൗണ്ട് ദി എർത്ത്. എർത്തിനെ വലം വയ്ക്കുന്നു. മൂണ് എർത്തിന് ചുറ്റും വലം വയ്ക്കുന്നു. വി സീ ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ഓഫ് ദി മൂൺ ഓൺ ഡിഫറെൻറ്റ് ഡേയ്സ്. ഡിഫറെൻറ്റ് ദിവസങ്ങളിൽ ഡിഫറെൻറ്റ് ഡേയ്സിൽ എല്ലാ ദിവസവും ഒരേപോലെയല്ല മൂണിനെ കാണുക. എല്ലാ ദിവസവും ഒരേപോലെയല്ല നമുക്ക് മൂണിനെ കാണാൻ കഴിയുക. ഡിഫറെൻറ്റ് ഡേയ്സിൽ ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ആയിട്ടാണ് നമുക്ക് കാണാൻ കഴിയുക. ഓക്കെ, സംടൈംസ് വി ക്യാൻ സീ ഓൺലി എ പാർട്ട് ഓഫ് ദി മൂൺ. ചില സമയങ്ങളിൽ ചില ദിവസങ്ങളിൽ ഒരു ഭാഗം മാത്രം കാണാൻ പറ്റും. അതിനെയാണ് ക്രസൻറ്റ് മൂൺ എന്ന് പറയുന്നത്. ഓക്കെ, ചന്ദ്രൻ്റെ മൂണിൻ്റെ ഒരു ചെറിയൊരു ഭാഗം മാത്രം കാണാൻ കഴിയുകയാണെങ്കിൽ അതിനെ ക്രസൻറ്റ് മൂണെന്നും, പിന്നെ ഹാഫ് ഓഫ് ദി മൂൺ പകുതി ഭാഗം കാണാൻ കഴിയുകയാണെങ്കിൽ, മൂണിൻ്റെ പകുതി ഭാഗം കാണാൻ കഴിയുകയാണെങ്കിൽ ഹാഫ് മൂണെന്നും, ഫുള്ളായിട്ട് മൂണിനെ കാണാൻ കഴിയുകയാണെങ്കിൽ അതിനെ ഫുൾ മൂണെന്നും പറയും. ഓക്കെ, അണ്ടർസ്റ്റാൻഡ്? അപ്പോൾ നിങ്ങൾ നന്നായിട്ട് വായിക്കണം കേട്ടോ. ഇത് ഒരു ഇമ്പോർട്ടൻ്റ് ചാപ്റ്ററാണ്, പക്ഷേ ഇച്ചിരി ടഫാണ്, നമുക്ക് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ മിസ് അതിനായിട്ട് വീണ്ടും പറഞ്ഞു തരുന്നുണ്ട്. നിങ്ങൾ ഈ സമയത്ത് നിങ്ങൾ ചാപ്റ്റർ നന്നായിട്ട് വായിക്കുകയും കൂടെ ചെയ്യുക. ഓക്കെ, പിന്നെ ക്വിക്ക് ചെക്ക് നോക്കിയേ. ദി സൺ റൈസസ് ഇൻ ദി, എവിടെയാണ് റൈസ് ചെയ്യുന്നത്? ഇൻ ദി ഈസ്റ്റ് അല്ലേ? ആൻഡ് സൺ സെറ്റ്സ് ഇൻ ദി വെസ്റ്റ്. ഹിയർ യു റൈറ്റ് ഈസ്റ്റ് അല്ലേ? സൺ റൈസസ് ഇൻ ദി ഈസ്റ്റ്, EAST ഈസ്റ്റ്, ആൻഡ് സെറ്റ്സ് ഇൻ ദി വെസ്റ്റ്, WEST വെസ്റ്റ്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ഹെവൻലി ബോഡി ഏതാണ്? സണ്ണ് നമ്മൾ കണ്ടു, മൂണ് കണ്ടു അല്ലേ? സണ്ണ് കണ്ടു, മൂണ് കണ്ടു. നെക്സ്റ്റ് സ്റ്റാർസ്. അറ്റ് നൈറ്റ് വി സീ തൗസൻഡ്സ് ഓഫ് ട്വിങ്ക്ലിംഗ് സ്റ്റാർസ് ഇൻ ദി സ്കൈ അല്ലേ? നമുക്ക് രാത്രിയിൽ ആകാശത്തേക്ക് നോക്കിയാൽ എന്ത് കാണാം?
ഒരു സ്റ്റാറിനെയാണോ കാണാൻ കഴിയുക? 2 സ്റ്റാറിനെയാണോ? അല്ല, തൗസൻഡ്സ് ഓഫ് അങ്ങനെ ട്വിങ്കിൾ ചെയ്യുന്ന, ട്വിങ്കിൾ എന്ന് പറഞ്ഞാൽ എന്താ? മിന്ന, ട്വിങ്കിളിങ്, ട്വിങ്കിൾ, ട്വിങ്കിൾ, ട്വിങ്കിൾ എന്ന് പറഞ്ഞാൽ മിന്ന കേട്ടോ. സ്റ്റാർസ് എന്താ ചെയ്യുക? ട്വിങ്കിൾ ചെയ്യുന്നു. മിന്നുന്ന നക്ഷത്രങ്ങളെ നമുക്ക് കാണാൻ കഴിയും. എപ്പോൾ? അറ്റ് നൈറ്റ് വി ക്യാൻ സീ തൗസൻഡ്സ് ഓഫ് സ്റ്റാർസ് ഇൻ ദി സ്കൈ. സ്റ്റാർസ് ആർ ലാർജ് ഹെവൻലി ബോഡീസ്. സ്റ്റാർസ് എന്താണ്? സ്റ്റാർസ് എന്താണ്? ലാർജ് ഹെവൻലി ബോഡീസ് ആണ്. ഹവർ ദേ ലുക്ക് വെരി സ്മോൾ. പക്ഷെ നമുക്ക് നമ്മൾ സണ്ണിൻ്റെ കാര്യത്തിൽ നമ്മൾ കണ്ടു, മൂണിൻ്റെ കാര്യം കണ്ടു അല്ലേ? നമുക്ക് അവയൊക്കെ എങ്ങനെയാണ്? ഭീമാകാരമായ ഹ്യൂജ് ബോൾസ് ആണ്. ബട്ട് വി ക്യാൻ സീ വെരി സ്മോൾ അല്ലേ? വളരെ സ്മോൾ ആയിട്ടൊന്നൊക്കെ മാത്രമേ കാണാൻ കഴിയുള്ളൂ. സ്റ്റാർസ് ആർ എന്താണ്? ലാർജ് ഹെവൻലി ബോഡീസ് ആണ്. സ്റ്റാർസും എന്താണ്? വെരി ലാർജ് ഹെവൻലി ബോഡീസ് ആണ്. ബട്ട് വി ക്യാൻ സീ വെരി സ്മോൾ. നമുക്ക് കാണാൻ കഴിയുന്നത് എങ്ങനെയാണ്? വെരി സ്മോൾ ബിക്കോസ് ദേ ആർ ഫാർ അവേ ഫ്രം us. അതെന്താണ് കാരണം? ദേ ആർ വെരി ഫാർ അവേ ഫ്രം us. നമ്മളിൽ നിന്നും വളരെ അകലെയാണ് അല്ലേ? സ്റ്റാർസ് ഹാവ് ദെയർ ഓൺ ലൈറ്റ്. സ്റ്റാർസിന് അവയ്ക്ക് സ്വന്തമായിട്ട് ലൈറ്റ് ഉണ്ട്. ഈ സ്റ്റാർസുകളും എന്താണ്? ഹെവൻലി ബോഡീസ് നമ്മളിൽ നിന്നും വളരെ തൗസൻഡ്സ് ഓഫ് കിലോമീറ്റേഴ്സ്, മില്യൺസ് ഓഫ് കിലോമീറ്റേഴ്സ് അകലെയാണ്. അതുകൊണ്ട് നമുക്ക് ഇവയൊക്കെ വളരെ ചെറുതായിട്ട് മാത്രമേ കാണാൻ കഴിയുള്ളൂ. പക്ഷേ ഇവ ചെറുതാണോ? നോ, ഇറ്റ് ഈസ് വെരി ലാർജ് ഹെവൻലി ബോഡീസ് ആണ്. ഭീമാകാരമായ ഗോളങ്ങളാണ്. പക്ഷെ നമുക്ക് കാണാൻ കഴിയുന്നത് വളരെ ചെറുതാണെന്ന് മാത്രം. അതുകൊണ്ടാണ് നമ്മിൽ നിന്നും വളരെ അകലെയാണ് ഈ ആകാശങ്ങൾ. ഓക്കെ, അതുകൊണ്ടാണ് ഇവയൊക്കെ നമുക്ക് ചെറുതായിട്ട് കാണാൻ കഴിയുന്നത്. ഇത്രയും കാര്യങ്ങൾ മാത്രമേ നമുക്ക് സണ്ണിനെ കുറിച്ചും മൂണിനെ കുറിച്ചും സ്റ്റാർസുകളെ കുറിച്ചും ജസ്റ്റ് ഒന്ന് പഠിക്കുക മാത്രമേ ഈ ക്ലാസ്സിലുള്ളൂ കേട്ടോ. നമുക്ക് ഇനിയും നെക്സ്റ്റ് ഇയറിലാണ്, 3ാം ക്ലാസ്സിൽ നമുക്ക് കൂടുതലായിട്ട് ഹെവൻലി ബോഡീസിനെ കുറിച്ചൊക്കെ പഠിക്കാം. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ്? സ്കൈ അബോവ് വിച്ച് ക്യാൻ സീ ഹെവൻലി ബോഡീസ്, 3 ഹെവൻലി ബോഡീസ്. ഇതൊക്കെ വിച്ച് ആർ ദി 3 ഹെവൻലി ബോഡീസ്? സൺ, the moon and the stars. Which are the heavenly bodies? The sun, the moon and the stars are the heavenly bodies. Okay, ഈ 3 heavenly bodiesനെ കുറിച്ചാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്തത്. Okay, all of you reading time. All of you take this page and read. First, the sun, the moon and the stars are all heavenly bodies. We see the sun during the day. We see the sun during the day. നമുക്ക് പകൽ സമയങ്ങളിലാണ് സണ്ണിനെ കാണാൻ കഴിയുക. We see the sun during the day. We see the stars and moon only at night. We see the stars and the moon only at night. Okay. The sun is a star. Sun എന്താണ്? ഒരു സ്റ്റാർ ആണ്. ഇറ്റ് ഈസ് ലൈക്ക് എ വെരി ലാർജ് ബോൾ. എന്താണ്? വെരി ലാർജ് ബോൾ. Sun is a star. It is like a very large ball. It is made up of very hot gases. It is made up of very hot gases. The sun looks small because it is very far away from us. The sun looks very small because it is very far away from us. It is millions of kilometers away from the earth. It is millions of kilometers away from the earth. The sun rises in the east every morning. The sun rises in the east every morning. The sun sets in the west every evening. Sun sets in the west every evening. The sun gives us light and heat. The sun gives us light and heat. Plants need sunlight to grow. Plants need sunlight to grow. When the sun shines, the days are warm and bright. The sun shines, the days are warm and bright. When there is no sunshine, it is dark and cold.
When there is no sunshine, it is dark and cold. Okay. Then the moon. The moon is nearer to the earth than the sun. The moon is nearer to the earth than the sun. It is smaller than the sun and the earth. It is smaller than the sun and the earth. The moon goes around the earth. ഞാൻ വായിക്കുമ്പോൾ എൻ്റെ കൂടത്ത് തന്നെ വായിക്കാൻ പഠിക്കുക കേട്ടോ. അതിന് വേണ്ടിയാണ് നിർത്തി വായിച്ചു തരുന്നത്. The moon goes around the earth. We see different shades of the moon on different days. We see different shades of the moon on different days. Sometimes we can see only a part of the moon. This is called crescent moon. Sometimes we can see only a part of the moon. It is called crescent moon. Sometimes we can see the half of the moon. We can see the half moon. Half moon. Sometimes we can see half of the moon. This is half moon. And here we can see full moon. This is full moon. There is no air or water on the moon. There is no air or water on the moon. So there is no life on the moon. അതുകൊണ്ട് നമുക്ക് മൂണിൽ ജീവിക്കാൻ കഴിയില്ല. എന്തുകൊണ്ട്? There is no water and air on the moon. മൂണിൽ വെള്ളമോ എയറോ ഇല്ല, കിട്ടില്ല. അതുകൊണ്ട് നമുക്ക് അവിടെ ജീവിക്കാൻ കഴിയില്ല. Have you seen the following shades of the moon? Full moon, half moon and crescent moon. Okay, turn to the next page. The stars. At night, we see thousands of twinkling stars in the sky. At night, we see thousands of twinkling stars in the sky. Stars are large heavenly bodies. Stars are large heavenly bodies. However, they look very small because they are far away from us. However, they look very small because they are far away from us. Stars have their own light. Starsന് എന്തുണ്ട്? സ്വന്തമായിട്ട് ലൈറ്റ് ഉണ്ട്. Stars have their own light. Okay, understand? You read this 5 times, at least 5 times. Each day. ദിവസവും നിങ്ങൾ പഠിപ്പിക്കുന്ന ഭാഗങ്ങൾ 5 times വായിച്ചിരിക്കണം. This chapter is very important, so you should read 5 times. Now, okay. Heavenly bodies, sun, moon and stars. Sun importance എന്തൊക്കെയാണ്? Star ആണ്. Sun looks like a star made of hot gases കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു. പിന്നെ gives us light and heat. Sun നമുക്ക് ലൈറ്റും ഹീറ്റും തരുന്നു. And moon, smaller than the sun and the earth. Smaller than the sun ആണ്, അതുപോലെ smaller than the earth. Goes around the earth. Moon goes around the earth. Appears to have a different shades every night. എന്താണ്? Appears to have a different shades every night. Every night different shadesലാണ് മൂണിനെ കാണാൻ കഴിയുക. And last, stars. Large heavenly bodies. Large heavenly bodies ആണ് സ്റ്റാർസിനുള്ളത്. പിന്നെ സ്റ്റാർസ് എന്താണ്? ലാർജ് ഹെവൻലി ബോഡീസ് ആണ്. ഹാവ് ദെയർ ഓൺ ലൈറ്റ്. സ്വന്തമായിട്ട് അവയ്ക്ക് പ്രകാശമുണ്ട്. ഓക്കെ, ഇതാണ് ഈ ചാപ്റ്റർ. നിങ്ങൾ നന്നായിട്ട് വായിക്കുക കേട്ടോ. ഓൾ ഓഫ് യു ടേക്ക് ദി നോട്ട് ബുക്ക് ആൻഡ് റൈറ്റ് ഇൻ ഫ്രഷ് പേജ്. ഒരു പേജ് വിട്ടിട്ട് ലാസ്റ്റ് ടേം ആണ്, 3rd ടേം. എന്താണ്? എന്നിട്ട് നെക്സ്റ്റ് ഫ്രഷ് പേജിൽ എഴുതുക ചാപ്റ്റർ 6, ദി സ്കൈ എബവ് അസ്. The sky above us. Okay, and then you write these words 5 times. Heavenly bodies. Heavenly bodies ഏതൊക്കെയാണെന്നാണ് തന്നിരിക്കുന്നത്? The sun, the moon and the stars. പിന്നെ sun rises in the east, sun sets in the west. Sun gives us light and heat. അപ്പോൾ നിങ്ങൾ ഈ വേർഡ്സ് മാത്രം എഴുതിയാൽ മതി കേട്ടോ. ലൈറ്റ് ആൻഡ് ഹീറ്റ്. പിന്നെ മൂണ് എങ്ങനെയൊക്കെയുണ്ട്? ക്രസൻറ്റ് മൂൺ, ഫുൾ മൂൺ ആൻഡ് ഹാഫ് മൂൺ. പിന്നെ സ്റ്റാർസ് എന്താ ചെയ്യുന്നത്? ട്വിങ്കിൾ ചെയ്യുന്നു. ട്വിങ്കിൾ, TWINK അല്ലേ, ട്വിങ്കിൾ. ഓക്കെ,
ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ ക്വസ്റ്റ്യൻ നമ്പർ 1 എഴുതുക കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 1. വാട്ട് ഈസ് ദി സൺ മെയ്ഡ് അപ്പ് ഓഫ്? എന്താണ്, എന്ത് ഉപയോഗിച്ചാണ്, എന്ത് മുഖാന്തരമാണ് സണ്ണ് നിർമ്മിച്ചിരിക്കുന്നത്? വാട്ട് ഈസ് ദി സൺ മെയ്ഡ് അപ്പ് ഓഫ്? ഓക്കെ, ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എഴുതാം കേട്ടോ. ക്വസ്റ്റ്യൻ ആൻസറായിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എഴുതാം. 3 ക്വസ്റ്റ്യൻ ആൻസറേ ഉള്ളൂ. നൗ യു റൈറ്റ് ദിസ് 5 times. ഓക്കെ, heavenly bodies, the sun, the moon, the stars, east, west, light and heat, crescent moon, full moon, half moon, twinkle. നിങ്ങൾക്ക് ഓവറായിരിക്കും, ബേർഡൻ ആവും കേട്ടോ. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ക്വസ്റ്റ്യൻ ആൻസറുകൾ എഴുതാം. ക്വസ്റ്റ്യൻ എഴുതി വെച്ചോളാം കേട്ടോ. ഓക്കെ, ഇപ്പം നമ്മൾ എന്തായിരുന്നു കണ്ടത്? നമ്മുടെ ആകാശഗോളങ്ങൾ അല്ലേ? നമ്മുടെ സ്കൈയിലേക്ക് നോക്കുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും നമുക്ക് 3 ഹെവൻലി ബോഡീസുകൾ കാണാൻ കഴിയുന്നുണ്ട്. ഏതൊക്കെയാണ് ഹെവൻലി ബോഡീസ് എന്ന് പറയുന്നത്? ദി സൺ, ദി മൂൺ ആൻഡ് ദി സ്റ്റാർസ്. സൺ എന്ന് പറഞ്ഞാൽ എന്താണ്? സൺ നമുക്ക് എപ്പോഴാണ് കാണാൻ കഴിയുന്നത്? സൺ ഡ്യൂറിങ് ദി ഡേ ടൈം അല്ലേ? വി ക്യാൻ സീ സൺ ഡ്യൂറിങ് ദി ഡേ ടൈം. ഡ്യൂറിങ് ദി നൈറ്റ് ടൈം വി ക്യാൻ സീ മൂൺ ആൻഡ് സ്റ്റാർസ്. പിന്നെ സൺ എന്താണ്? സൺ ഈസ് എ സ്റ്റാർ. സൺ ഒരു സ്റ്റാറാണ്. ഇറ്റ് ഈസ് ലുക്ക് ലൈക്ക് എ വെരി ലാർജ് ബോൾ അല്ലേ? ഇറ്റ് ഈസ് ലൈക്ക് എ ലാർജ് ബോൾ ബട്ട് വി ക്യാൻ സീ വെരി സ്മോൾ. വൈ? ബിക്കോസ് ഓഫ് ഇറ്റ് ഈസ് വെരി ഫാർ അവേ ഫ്രം അസ്. നമ്മിൽ നിന്നും വളരെ അകലെയാണ്. സോ വി ക്യാൻ സീ ഇറ്റ് ഈസ് ദേ ആർ അല്ലേ? ഈ ഹെവൻലി ബോഡീസ് വി ക്യാൻ സീ വെരി സ്മോൾ. ഓക്കെ, പിന്നെ സൺ എവിടെയാണ്? റൈസസ് ഇൻ ദി ഈസ്റ്റിലും സൺ സെറ്റ്സ് ഇൻ ദി വെസ്റ്റിലും അല്ലേ? സണ്ണ് ഉദിക്കുന്നത് ഈസ്റ്റിലും അസ്തമിക്കുന്നത് വെസ്റ്റിലും. പിന്നെ സൺ ഗീവ്സ് ലൈറ്റ് ആൻഡ് ഹീറ്റ്. സൺ നമുക്ക് ലൈറ്റും ഹീറ്റും തരുന്നു അല്ലേ? പിന്നെ നമുക്ക് കണ്ടു മൂൺ ഈസ് നിയറർ ടു ദി എർത്ത് ദാൻ ദി സൺ. സണ്ണിനേക്കാളും ഭൂമിയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഗ്രഹം ഏതാണ്? മൂണാണ്, ചന്ദ്രൻ. പിന്നെ മൂണിന് എന്താണ്? മൂൺ എന്താണ്? വി സീ ഡിഫറെൻറ്റ് ഷേപ്സ് ഓഫ് ദി മൂൺ അല്ലേ? ഡിഫറെൻറ്റ് ഷേപ്സിലാണ് നമുക്ക് മൂണിനെ കാണാൻ കഴിയുക. വി ക്യാൻ ഡിഫറെൻറ്റ് ഷേപ്സ് ഓഫ് ദി മൂൺ. വി സീ ഡിഫറെൻറ്റ് ഡേയ്സ്. വി ക്യാൻ സീ ഡിഫറെൻറ്റ് ഷേപ്സ്. ഫസ്റ്റ് നമ്മൾ കണ്ടു ക്രസൻറ്റ് മൂൺ. ഒരു ഹാഫ് മാത്രം, ഹാഫില്ല, ഒരു ഭാഗം മാത്രം, മൂണിൻ്റെ ഒരു ഭാഗം മാത്രം കാണുകയാണെങ്കിൽ അത് ക്രസൻറ്റ് മൂണും, പകുതി മാത്രം കാണുകയാണെങ്കിൽ ഹാഫ് മൂണും, ഫുള്ളായിട്ട് നമുക്ക് മൂണിനെ കാണുകയാണെങ്കിൽ അതിനെ ഫുൾ മൂൺ എന്നും പറയും. ഇതാണ് മൂണിൻ്റെ പ്രത്യേകത. പിന്നെ മൂണിൽ നമുക്ക് ജീവിക്കാൻ കഴിയില്ല അല്ലേ? എന്തുകൊണ്ടാണ്? ജീവിക്കാൻ കഴിയുമോ? ഇല്ല. എന്തുകൊണ്ടാണ്? ദർ ഈസ് നോ വാട്ടർ ആൻഡ് എയർ. അവിടെ വാട്ടറോ എയറോ ഒന്നുമില്ല. വാട്ടറോ എയറോ ഇല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ കഴിയില്ല. സോ വി ക്യാൻ ദർ ഈസ് നോ ലൈഫ് ഓൺ ദി മൂൺ. എന്നുവെച്ച് സ്റ്റാർസുകൾ നമ്മളെപ്പോഴാണ് കാണുന്നത്? അറ്റ് നൈറ്റ് വി സീ തൗസൻഡ്സ് ഓഫ് ട്വിങ്ക്ലിംഗ് സ്റ്റാർസ് അറ്റ് നൈറ്റ് അല്ലേ? ഇൻ ദി സ്കൈ. എന്നുവെച്ച് സ്റ്റാർസ് ആർ വെരി ലാർജ് ഹെവൻലി ബോഡിയാണ്. ഹൗവർ വി ലുക്ക് ലൈക്ക് വെരി സ്മോൾ ബിക്കോസ് എന്താണ്? ദേ ആർ ഫാർ അവേ ഫ്രം അസ്. അവ നമ്മളിൽ നിന്നും വളരെ അകലെയാണ്. പിന്നെ സ്റ്റാർസിന് സ്വന്തമായിട്ട് ദെയർ ഓൺ ലൈറ്റ്സ്, സ്വന്തമായിട്ട് ലൈറ്റ്സ് ഉണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമ്മളിന്ന് ചർച്ച ചെയ്തിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതിൻ്റെ എക്സസൈസ് പാർട്ടുമായിട്ട് കാണാം. നൗ ഐ വൈൻഡ് അപ്പ്. See you in the next class. Thank you.